ക്യാമറ ഇങ്ങനെ ചരിച്ച് പിടിച്ച വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ക്യാമറ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എൻ്റെ ഫോൺ തന്നെ ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെയാണ് ക്യാമറ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനത് വീണ്ടും റീടേക്ക് എടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇവിടെ കഴിഞ്ഞ വർഷം ഇത്ര മഞ്ഞ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം നല്ല മഞ്ഞാണ്. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ്. രാവിലെയൊക്കെ എണീറ്റപ്പോൾ തൊട്ടിങ്ങനെ മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ റോഡിലും ഒക്കെ നല്ല മഞ്ഞാണ്. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ പാർട്ട് ടൈമിന് ബസ്സിന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ താഴെ ചർച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ലേക്ക് ഉണ്ട്. അതൊക്കെ മൊത്തത്തിൽ ഉറഞ്ഞു കിടക്കുന്നു. പക്ഷേ വ്യൂ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മഞ്ഞ് വാരി കളിക്കുന്നു, മഞ്ഞ് കോരുന്നു ഒക്കെ വീഡിയോ കാണുമ്പോൾ ചെറിയൊരു ത്വര ഇല്ലാതില്ല ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. എന്നാലും ഈ തണുപ്പത്ത് കളിക്കാനുള്ള അത്ര ഹെൽത്ത് കണ്ടീഷൻ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തിട്ടില്ലായിരുന്നു ഇത്ര ദിവസം. എന്നാലും ലേക്കും കൂടെ ഉറഞ്ഞു കിടക്കുന്ന ഇങ്ങനെ കണ്ടിട്ട് എനിക്കും കൂടെ ത്വര മൂത്തിട്ടും വയ്യ. അപ്പോൾ ഇന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു ആ ലേക്കിൻ്റെ അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി ബസ് ഇറങ്ങിയിട്ട് ആ ലേക്കിൻ്റെ അതിലൊക്കെ ഒന്ന് നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാമെന്ന്. എനിക്ക് അറിഞ്ഞുകൂടത് എത്രത്തോളം സെറ്റാവുമെന്ന്. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റുന്ന ഒരാളല്ല ഞാൻ. വലിയ തരക്കേടില്ലാതെ ഞാൻ 5-6 സ്വെറ്ററൊക്കെ ഇട്ടാണ് നടക്കണത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഞാൻ അധികം പുറത്ത് സ്പെൻഡ് ചെയ്തിട്ടില്ല വിൻ്റർ തുടങ്ങിയ പിന്നെ. അങ്ങനെ ഞാൻ റിസ്ക് എന്തെങ്കിലും ആട്ടെ, എന്നാലും ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ആദ്യമേ സെറ്റ് ചെയ്തു. വീസിങ്ങിനുള്ള ഇനി ശ്വാസം മുട്ടിയാലും ചാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് അത് കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാം. ഒരു രസം. ഇനി എൻ്റെ അമ്മയോടാണ്, അമ്മ വിഷമിക്കണ്ട, ഞാൻ വരും. എടുത്ത ടിക്കറ്റിന് തന്നെ ഞാൻ നാട്ടിലെത്തുന്നതായിരിക്കും. സഹൃദ കലാധരരായ നാട്ടുകാരെ, സഹൃദ ഹൃദയരായ നാട്ടുകാരെ, അതെന്ത് സാധനം? അങ്ങനെ എന്തോല്ലേ പറയുന്നത്? സഹൃദ എന്തൊരു സാധനമില്ലേ? ആ ഐറ്റം തന്നെ. ഞാനിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നടന്ന് എൻ്റെ 3.5 ഫ്ലോറിൽ നിന്ന് താഴെ എത്തി. താഴത്തോട്ടെത്തി സ്റ്റെപ്പ് ഇറങ്ങി തന്നെ ഈ തണുപ്പൊക്കെ ഇങ്ങനെ അരിച്ചു കയറുന്നത്. അങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. 50 മീറ്റർ വരെ ബസ് സ്റ്റോപ്പായി. 2 മിനിറ്റ് ഉണ്ട് ബസ് വരാൻ. അങ്ങനെ നോക്കി നിൽക്കുവാണ്. ബസ്സിന് പോയപ്പോൾ ഇതിന് ഇത്ര ഭംഗി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. നല്ല എന്തോ ഭയങ്കര രസം ഇത് കണ്ടിട്ട്. ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ തോന്നുന്നു. ഈ റോഡിൻ്റെ അപ്പുറത്തും ഒരു പോണ്ടാണ്. നല്ല, എനിക്കിതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ആ തോന്നിയ ത്വരക്കിറങ്ങി പോകുന്നതാണെങ്കിലും ഇറ്റ്സ് ആക്ച്വലി വർത്ത്. അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താ സൂപ്പർ. നിറയെ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷമൊന്നും ഇത്ര ഇല്ലായിരുന്നു കേട്ടോ, ഒട്ടും ഇല്ലായിരുന്നു. 2 കൂടിപ്പോയി ലെസ് ദാൻ 5 days ഉണ്ടായിരുന്നുള്ളൂ സ്നോഫോൾ. ഇപ്പം എന്തൊക്കെയോ ഭയങ്കരമായിട്ടങ്ങ് മഞ്ഞ് വീണ് പോയി. അടുത്ത ലേക്കിൻ്റെ സൈഡിലെത്തി. ഇതാണ് അടുത്ത ലേക്ക്. ദൈവം, ഇതുകൾക്കൊന്നും തണുക്കണില്ല എന്ന് മനസ്സിലാവുന്നു. പുകയൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ പോയ നിശ്ചരാ അല്ലേ തന്നെ പല്ലിൻ്റെ പകുതി ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്നും കൂടെ ഉരുണ്ട് വീണാം. ഞാനിങ്ങനെ കുറേ പേര് വന്നിട്ട് വീഡിയോസ് ഇട്ടപ്പോഴും ഫോട്ടോസ് ഇട്ടപ്പോഴും അതിൻ്റെ ക്യാപ്ഷനായിട്ട് ഇട്ടിരുന്നായിരുന്നു അവരുടെ ടീനേജസിൽ അവർ കണ്ട സ്വപ്നങ്ങളിലാണ് അവർ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അപ്പം തൊട്ട് ചിന്തിക്കുന്നതാണ്, എൻ്റെ ഒരു ടീനേജിൽ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു 24 years ഓൾഡ് അല്ലെങ്കിൽ 24 yearsൽ ഞാനൊരു എബ്രോഡ് കൺട്രിയിലോട്ട് ഷിഫ്റ്റ് ആവുമെന്നൊന്നും. പക്ഷേ ഇപ്പോൾ റിയലി ഐ സ്റ്റാർട്ടഡ് ടു എക്സ്പീരിയൻസ്. എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നുന്നു. നമുക്ക് മേ ബി ഒരു ഭാഗ്യം പോലെ ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ എന്ന്. ഓൾ താങ്ക്സ് ടു മൈ അമ്മക്കുട്ടി ആൻഡ് ചേച്ചിക്കുട്ടി. അങ്ങനെ കുറേ നേരം എൻ്റെ പെട്ടെന്നുള്ള 2 ദിവസത്തെ ത്വര പുറത്ത് തോന്നിയ ഒരു ത്വരയിന്മേൽ ഞാൻ പുറത്തിറങ്ങി വന്ന് ഇതൊക്കെ കണ്ടു. പക്ഷെ ഇപ്പോൾ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് എനിക്ക് മൂക്കൊക്കെ നല്ലോണം ഒലിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ വീസിങ് സ്റ്റാർട്ട് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി അടുത്ത ബസ് പിടിച്ച് പോണതാണ് ബെറ്റർ. പക്ഷെ എന്നാലും ഒരു എക്സ്പീരിയൻസ്, ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ശരിക്കും
കഴിഞ്ഞ വർഷമൊക്കെ ഒരു വിൻ്റർ എന്ന് പറഞ്ഞ സാധനം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞാൻ പുറത്ത് പോലും ഇറങ്ങിയിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി നൈസ്. ഒരു പ്രോപ്പർ വിൻ്റർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അതിങ്ങനെ കാണാൻ സാധിച്ചതിൽ ഐ എം സോ ഹാപ്പി. ഇത് വീഡിയോ എടുത്ത് വെക്കുമ്പോൾ അതിൽ സന്തോഷം. മേ ബി ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുമ്പോൾ എനിക്കിപ്പോൾ എന്ത് തോന്നി, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹാപ്പിനെസ് ലെവൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ഐ എം സോ ഹാപ്പി.